ഞാനവിടെ ക്യാമറ ഓൺ ചെയ്തിരുന്നപ്പോൾ എൻ്റെ റോക്കിക്കുട്ടി വന്ന് എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ശരി, അപ്പോൾ ഞാൻ അവനെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന്. എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടുകയോ ചെയ്യില്ല. എപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്നെക്കാളൊരു ഇഷ്ടം എൻ്റെ ഭർത്താവിനെയാണ്. മൂപ്പർ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ. കുളിക്കാൻ പോയാലും ശരി, ബാത്റൂം പോയാലും ശരി, എല്ലാം ഫ്രണ്ടിലിരിക്കും. ഇതാ അപ്പോൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മടിയിൽ വന്ന് ഇരിക്കുകയാണ്. എന്ത് വേണം ചെയ്യാം, അവരെ മേലിൽ കിടക്കാം, മസാജൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് മോന്. എനിക്ക് മൊത്തം 3 മക്കളാട്ടാ. ഇവ രണ്ടാമത്തവനാണ് റോക്കി, ഒന്ന് റോമിയോ ഉണ്ട്, മൂത്തവന്, ഏറ്റവും ലാസ്റ്റ് റാംബോ. അവൻ ചെറിയ കുട്ടി. ഞങ്ങൾ തന്നെ കളിയാക്കിയിട്ട് മുടിയെന്നാണ് വിളിക്കുക, നല്ല മുടിയെല്ലാം ഉണ്ട് അവന്. ഭയങ്കര കുശുമ്പാണ് ഇവനെ തന്നെ സ്നേഹിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർ 2 പേരും അത്ര സ്നേഹിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. സ്നേഹിച്ച് കഴിഞ്ഞാൽ അവൻ ഉറുമിക്കൊണ്ടേയിരിക്കും. അഥവാ ഇവർ 3 പേരെ ഒരേ ഇടത്ത് കിടക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ റോമീൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഇവന് ഉടനെ ദേഷ്യം വരും. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവക്കാരനാണ്. പിന്നെ നമുക്ക് വളരെ കുട്ടിയിൽ ഒരു കവറിൽ കെട്ടിട്ടിരുന്ന ആരോ റോഡിൻ്റെ സൈഡിൽ. ആ സമയത്ത് ഞങ്ങൾ ഈ വീട്ടിലല്ലായിരുന്നു കേട്ടോ, വേറെ വീട്ടിലായിരുന്നു. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് വാടകയ്ക്കാണ്. ഇവിടെ വാടകയ്ക്ക് അത്ര വലിയ വാടക ഒന്നുമല്ല. എന്നാലും ഒരാളവർക്ക് നല്ല വീട് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളൊരു 10-5 കൊടുത്താലേ നല്ല വീട് കിട്ടുള്ളൂ. അത് എല്ലാ വീട്ടിലും നമുക്ക് ഡോഗൊന്നും അലോ ഉണ്ടാവില്ല കേട്ടോ. നമ്മളത് അതിനനുസരിച്ച് വീട് നോക്കിയിട്ട് എടുക്കുള്ളൂ. കാരണം എൻ്റെ മക്കൾക്ക് ഏതാണോ ഓക്കെ അതിനനുസരിച്ച് വീട് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കുട്ടികളെ ഒരിക്കലും എവിടെയും കളയൊന്നുമില്ല. പിന്നെ അവൻ്റെ അടുത്ത് കളിയെല്ലാം നിർത്തി ഞാൻ വേഗം പോയി പല്ല് തേച്ച് ജോലിക്ക് വരെ പോകണം. 9-9:15 ഞാനിവിടുന്ന് ജോലിക്ക് പോവും. അതിൻ്റെ കുറച്ച് നേരം അവരെ 2 പേരും കൂടിയും കളിക്കും ഞാൻ എപ്പോഴും. അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. പിന്നെ പല്ലേക്കെ എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ കടലയാണ് മാക്സിമം അവിച്ച് കഴിക്കുക രാവിലെ പോകുന്ന സമയത്ത്. പിന്നെ അത് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ലൈറ്റ് ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല, അതിപ്പോൾ ഓഫ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരെ ഓഫ് ചെയ്ത് ഞാൻ ഡോറ് തുറക്കാൻ പോകണം, ഫ്രണ്ടത്തെ ഗേറ്റ്. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ മുൻവശം. ഇങ്ങനെ കേട്ടോ, അവിടെ ആ റോഡെല്ലാം കാണാം. അവിടെ ഞാൻ അടുത്ത് സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ മൂത്ത മോന് റോമിയോ. ഇവർക്ക് എന്നോടാണ് ഭയങ്കര ഇഷ്ടം. ബായ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാം.